മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏർപ്പാടാക്കുന്നത് പ്രതാപനാണ്. പ്രതാപൻ ഏർപ്പാടാക്കിയത് വേറെ ആരെയല്ല, മാർക്കോനെയാണ് ഈ കൊട്ടേഷൻ ഏർപ്പാടാക്കിയിരിക്കുന്നത്. മാർക്കോ ഏറ്റെടുത്ത ഒരു കൊട്ടേഷനും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല, എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നെല്ലാം പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന പ്രതാപന് വളരെ സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനാണെങ്കിൽ കമലേശ്വരം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പ്രതാപനെ കാണുന്ന കരുണയാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ അറിഞ്ഞില്ലേ? എൻ്റെ പാദസേവ ചെയ്തിരുന്ന അവൾക്ക് ഇന്ന് ഇവിടെ എല്ലാ സൗഭാഗ്യങ്ങളും അവൾക്ക് മാത്രമാണ്. കമ്പനിയുടെ 60% ഷെയറും അവളുടെ പേരിലാണ് ആ കണ്ണച്ചാരൻ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ അധികാരങ്ങളും അവൾക്ക് മാത്രം. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നെല്ലാം പറഞ്ഞ് കരുണ അച്ഛനോട് കയർക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രതാപം പറയുന്നുണ്ട്, മോളൊരു കാരണവശാലും പേടിക്കേണ്ട, എല്ലാത്തിനും അച്ഛൻ ഒരു ഉത്തരം കണ്ടിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ണിയെയും അതുപോലെ തന്നെ കരുണയെയും മാറ്റി നിർത്തിയിട്ട് പ്രതാപൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പ്രാവശ്യം ഏൽപ്പിച്ചിരിക്കുന്ന കൊട്ടേഷൻ എന്തുകൊണ്ടും അത് നടത്തി തരുന്ന ഒരാളെ തന്നെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. കണ്ണൻ്റെ കാറിൽ ലോറി ഇടിച്ചാണ് അപകടം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ചധികം കാശ് ഇതിന് ചിലവാകും. അതൊന്നും ഇതിലേക്ക് വിഷയമാവുന്നില്ല. കാരണം അവൻ പോയാൽ സ്വത്തുക്കൾ മുഴുവൻ നമുക്കുള്ളതല്ലേ, അപ്പോൾ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, 50 ലക്ഷമല്ല ഇനി 1 കോടി കൊടുക്കേണ്ടി വന്നാലും നമ്മൾക്കിത് ഒരു വിഷയമാക്കേണ്ട. അയാളെന്ന് ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്നും അയാളെ ഒഴിവാക്കി കിട്ടിയാൽ മതി എന്നെല്ലാം ഉണ്ണിയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മാർക്കോ ആണെങ്കിൽ വാമനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, ആ കണ്ണെന്ന് പറഞ്ഞ ആളെ ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, അയാളെ മുകളിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതോടുകൂടി വളരെയേറെ സന്തോഷിക്കുകയാണ് വാമൻ പറയുന്നുണ്ട്, അങ്ങനെ കമലേശ്വരത്തെ അവസാനത്തെ കാർന്നവരും പടിയിറങ്ങിപ്പോയി എന്നെല്ലാം പറഞ്ഞ് സന്തോഷിച്ച് അട്ടഹസിച്ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാർക്കോ പറയുന്നുണ്ട്, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തണമെന്നും പറയുന്നു. ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് ഇതേപോലെ തന്നെയാണ് പ്രതാപനെ വിളിച്ചിട്ടും മാർക്കോ പറയുന്നത്. എന്തായാലും മാർക്കോ ഒരു വലിയൊരു ടെസ്റ്റ് തന്നെയാണ് നടത്താതിരിക്കുന്നത്. പ്രതാപനും അതുപോലെ വാമനും ഒരു മുട്ടൻ പണി തന്നെയാണ് മാർക്കോ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. മാർക്കോ പറഞ്ഞതുപോലെ രണ്ടുപേരും മാർക്കോ പറഞ്ഞ സ്ഥലത്ത് എത്തിപ്പെടുന്നുണ്ട്. എന്തായാലും അവിടെ എത്തുന്നതോടുകൂടി അവരെല്ലാവരും കണ്ണൻ്റെയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെയും ചതഞ്ഞരഞ്ഞ ബോഡി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, എനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട്, എന്തായാലും ഇനി അതിൻ്റെ ആവശ്യമില്ല, അവൻ അങ്ങനെ മുകളിലേക്ക് പോയില്ലേ, ഇനിയെല്ലാം നമുക്കുള്ളതല്ലേ എന്ന് പറഞ്ഞ് പ്രതാപനും വാമനും കൂടി പൊട്ടി ചിരിക്കുന്ന സമയം അവിടേക്ക് കണ്ണനും മഹാലക്ഷ്മിയും കടന്നു വരുന്നുണ്ട്. ഇനി ചിരിയെല്ലാം ഒന്ന് നിർത്തിയിട്ട് കുറച്ച് നാൾ ജയിലിൽ പോയി കരയാനൊരവസരം ഉണ്ടാക്കി തരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടേക്ക് വരുന്നത് കണ്ട് പ്രതാപനും വാമനും ഞെട്ടി നിൽക്കുകയാണ്. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്